മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം മോശം, ഫലവും മോശം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും മക്കള് നല്ലവരായിട്ട് വളർന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാതാപിതാക്കള് നല്ലവരായി ജീവിക്കണം. കുടുംബം, സമൂഹം എപ്പോഴും വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് നന്മയും വിശുദ്ധിയും സ്നേഹവും കൂട്ടായ്മയും വളർന്നു വന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ മക്കള് വരുന്ന തലമുറയും വിശുദ്ധിയിലും നന്മയിലും സ്നേഹത്തിലും കൂട്ടായ്മയിലുമൊക്കെ വളർന്നു വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു കാലഘട്ടത്തില് അമൂല്യമെന്ന് കരുതിയിരുന്ന പല നന്മകളും ഇന്ന് വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുക. പണ്ട് കുടുംബങ്ങളില് അമൂല്യമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പരസ്പരമുള്ള കൂട്ടായ്മയുണ്ടായിരുന്നു, പരസ്പരമുള്ള ഷെയറിംഗ് ഉണ്ടായിരുന്നു, പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു, ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു, നന്മ പ്രവർത്തികൾ ചെയ്യുന്ന അവസ്ഥകൾ കുടുംബങ്ങളിലുണ്ടായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്ന അവസ്ഥകൾ കുടുംബങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചുവെങ്കിൽ അതിന്റെ പിന്നില് കുടുംബങ്ങളില് ആ മൂല്യങ്ങള് പഠിപ്പിച്ചിരുന്നു. ഇന്ന് മൂല്യങ്ങളെല്ലാം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പരസ്പരം മനസ്സിലാക്കാനോ പരസ്പരം സഹായിക്കാനോ നന്മയില് ജീവിക്കാനോ വിശുദ്ധിയിൽ ജീവിക്കാനോ ഇന്നിന്റെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. കാരണം കുടുംബങ്ങളിൽ നിന്ന് അത് ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്ന പിതാവായി കണ്ടത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ നന്മ കൊണ്ടും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ സ്നേഹം കൊണ്ടുമൊക്കെയാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊച്ചു ത്രേസ്യയായി കിട്ടിയത് എങ്ങനെയാ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള കാഴ്ചപ്പാട് വിശുദ്ധ കൊച്ചു ത്രേസ്യയായി കിട്ടിയത് എങ്ങനെയാ? അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബം നല്ലതായിരിക്കണം, മാതാപിതാക്കൾ നല്ലവരായിരിക്കണം, എങ്കിലേ സമൂഹവും മക്കളുമൊക്കെ നല്ലതായിരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഇങ്ങനെയുള്ള കുടുംബങ്ങളെയാ ദൈവത്തിന് ആവശ്യം. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കാ ദൈവം കൃപ വർഷിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, മക്കളെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ എന്റെ കുടുംബവും വിശുദ്ധിയുള്ള ഒരു കുടുംബമാക്കി, നന്മയും സ്നേഹവും കൂട്ടായ്മയും പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥകളുമുള്ള ഒരു കുടുംബമാക്കി എന്റെ കുടുംബത്തെ മാറ്റണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങിറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കുടുംബത്തിലെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. തിന്മയെല്ലാം അവരുടെ ജീവിതം വിട്ടുപോകട്ടെ. ആപത്തുകളും അപകടങ്ങളും വിട്ടുമാറട്ടെ. സന്തോഷവും സമാധാനം ഇവരിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.